അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. സോഷ്യൽ മീഡിയയിലെ ചില പോസ്റ്റുകൾ കാണുമ്പോൾ മനസ്സിൽ തോന്നിയ ഒരാശയാണ്. ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഒരാൾ ഒരു കള്ള് ഷാപ്പ് കയറുകയാണ്. അപ്പോൾ അയാൾ നല്ലൊരു തൊപ്പിയും താടിയും ഒക്കെ വെച്ച് ഒരു സമ്പൂർണ്ണമായ ഒരു പൂർണ്ണ ഇസ്ലാമിക വേഷമാണെന്ന് തോന്നുന്ന രൂപത്തിൽ ഒരാളെ കള്ള് ഷാപ്പിൽ കാണുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ചില ആളുകൾ പറയണത് എന്താ വെച്ചാൽ, അവൻ കള്ളുകുടിയനാണെങ്കിലും ആ ഇസ്ലാമികമായ അതിൻ്റെ ആ ചിട്ടയോടും വേഷത്തോടും കൂടി തന്നെ ആണല്ലോ അവൻ എന്നാണോ പറയാം. ഇവന് കള്ളു കുടിക്കണമെങ്കിലും ഇസ്ലാമിന് വിരുദ്ധ കാര്യം ചെയ്യണമെങ്കിലും ഈ ഒരു തൊപ്പിയും താടിയൊക്കെ ഒഴിവാക്കിയിട്ട് പോയാൽ പോരെ എന്നാണോ പറയാം. ഈ രണ്ടഭിപ്രായങ്ങളും വരുമല്ലോ. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹറാമുകളും നിഷിദ്ധങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ ഇസ്ലാമികമായ ചിഹ്നങ്ങളെ പാലിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് ദോഷകരമായ കാര്യമാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ഒരാൾക്ക് മുസ്ലിം ആവാം എന്ന വളരെ തെറ്റായൊരു സന്ദേശമല്ലേ നൽകുന്നത്. അങ്ങനെ ഒരാൾക്ക് മുസ്ലിം ആകാൻ പറ്റും? ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള നിഷിദ്ധങ്ങളെ, ഹറാമുകളെ വ്യക്തമായി പരസ്യമായി അള്ളാഹുവിനെയും റസൂലിനെയും വെല്ലുവിളിക്കുന്ന ഒരാൾ എങ്ങനെയാണ് മുസ്ലിം ആവുന്നത്? അപ്പോൾ അങ്ങനെയും മുസ്ലിം ആകാമെന്ന തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. അപ്പോൾ ഞാൻ ഇസ്ലാം ആയിക്കൊണ്ട് തന്നെ എനിക്ക് എന്ത് വേണ്ടാത്തരങ്ങളും ആകാം എന്നൊരു പുതിയ ലൈസൻസാണോ സമൂഹത്തിൽ ഒരു പുതിയ ബോധത്തെ ഉയർത്തിക്കൊണ്ടുവരികയാണോ ഇത് നാം ആലോചിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇതൊന്നും അത്ര വലിയൊരു തെറ്റല്ല. ആണെങ്കിൽ ഈ വേഷവും രൂപങ്ങളൊക്കെ ഉള്ള ആൾക്കാരത് ചെയ്യുമോ? ഒരു തിന്മയെ നോർമലൈസ് ചെയ്യണ, ഒരു തെറ്റായ കാര്യത്തെ മോശമാക്കുന്ന ഒരു അവസ്ഥ ഇതിനില്ലേ? അതിനെ വളരെ നിസ്സാരമായി കാണുന്ന ഒരു അവസ്ഥാവിശേഷം ഇതിനില്ലേ? തീർച്ചയായും ഉണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്തു ചെയ്യുന്നു? തെറ്റുകൾ അതൊരു വലിയ പ്രശ്നമല്ല, ഇതൊക്കെ ഇങ്ങനത്തെ ആൾക്കാരും ചെയ്യുന്നുണ്ടല്ലോ എന്നല്ലേ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ആളുകൾക്ക് ഇതിനോട് പ്രതിബദ്ധത ഇല്ലെങ്കിൽ അവർക്ക് മാറി നിൽക്കാം, അവർക്കിഷ്ടം പോലെ ജീവിക്കാം. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ തന്നെ ഹജ്ജിൻ്റെ മനാസിക്കുകളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പറയുന്നത്, ദാലിക വമൻ യുഅല്ലിം ശആഇറ അല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുകയാണെങ്കിൽ അതവൻ്റെ ഹൃദയത്തിലുള്ള ഭക്തിയിൽ നിന്നുണ്ടാവുന്നതാണെന്നാണ്. ശരിക്ക് ചിഹ്നങ്ങളെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഅ്ലാമുദ്ദീൻ ലാഹിറ എന്നാണ്. പ്രത്യക്ഷമായ ദീനിൻ്റെ അടയാളങ്ങളാണ്, ചിഹ്നങ്ങളാണ്. അപ്പം അതിൽ സഫയും മറുവയൊക്കെ ചിഹ്നങ്ങളാണ്. ഒരാൾ മുസ്ലിം എന്ന നിലക്ക് അയാളുടെ ഐഡൻറ്റിറ്റിയായി സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രത്യക്ഷമായി ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നു. അത്തരം കാര്യങ്ങൾ, അതിനോടൊരു ആദരവ്, അതൊക്കെ പാലിക്കുന്ന ആളുകളുടെ ആദരവ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു ഇസ്ലാമികമായ രൂപത്തിൽ നടക്കുമ്പോൾ എന്താണ് നമ്മളെത്ത് വരുന്ന എന്ത് പെരുമാറ്റങ്ങളും, എത്രമാത്രം വെച്ചാൽ ഇസ്ലാമിക വേഷത്തിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ ആ ഡ്രൈവിംഗ് സീറ്റിലിരുന്നിട്ട് എന്തെങ്കിലും മര്യാദകേട് കാണിച്ചാൽ യഥാർത്ഥത്തിൽ അയാളാണ് കേട് കാണിച്ചതെങ്കിലും അതും ഇസ്ലാമിൻ്റെ പേരിൽ ചാർത്തപ്പെടും എന്നത് ആർക്കാണ് മനസ്സിലാവാത്തത്? കാരണം ആളുകൾ ഈ വേഷങ്ങളെ ആ രൂപത്തിലാണ് കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഡോക്ടർ, അയാൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ വാർഡിലൂടെ അങ്ങനെ രോഗികളെ പരിശോധിച്ച് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇസ്ലാമിക വേഷമാണ് അദ്ദേഹത്തിന് കണ്ടാലുള്ളത്. അപ്പോൾ ആ ഇസ്ലാമിക വേഷത്തിൽ രോഗികളെ പരിശോധിക്കുന്നതിൻ്റെ ഒരു ചിത്രം ആരോ പോസ്റ്റ് ചെയ്തതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ വായിക്കുമ്പോൾ ആ കമൻറ്റുകളിൽ എത്രമാത്രം എന്ന് വെച്ചാൽ ഒരു ഡോക്ടറുടെ നിലവാരം പാലിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഈ വേഷം ഒഴിവാക്കണ്ടേ എന്ന് വരെ അതിൽ കമൻറ്റുകൾ പറഞ്ഞ ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അയാൾ ഡോക്ടർ ആകുമ്പോൾ അയാൾക്ക് അയാളുടെ ഇസ്ലാമികമായ മര്യാദ വേഷങ്ങൾ ധരിച്ചുകൊണ്ട് അയാൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വേഷങ്ങളെ ആളുകൾ കാണുന്നതിൻ്റെ രൂപങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പലപ്പോഴും പരസ്യമായി പാതി നഗ്നകളായി ഒക്കെ സീരിയലുകളിലും സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ആളുകൾ സ്വാഭാവികമായും അവർ ഒരു ഹിജാബോ കാര്യങ്ങളൊക്കെ ധരിച്ചിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞ തരത്തിലുള്ള എല്ലാ ചിന്തകളും അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വേഷം എന്നുള്ളത് എപ്പോഴും പാലിക്കേണ്ടതില്ലേ? നമ്മളെല്ലാ സമയത്തും അത് ഉപയോഗിക്കേണ്ടതില്ലേ? അതോ നമുക്ക് സൗകര്യമുള്ള പള്ളിയിലും സൗകര്യങ്ങളിലും മാത്രം ഉപയോഗിച്ചാൽ മതിയോ?
നമ്മൾ മറ്റുള്ള സമയത്തൊക്കെ പിന്നെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് നമ്മളിത് ഈ രൂപത്തിൽ പിന്നെ ഹിജാബില്ലാതെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഏതെങ്കിലും അപൂർവ സമയങ്ങളിൽ ഹിജാബിൽ വരുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? സ്വാഭാവികമായും ഈ ചിത്രങ്ങൾ ആളുകളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു, ധാരാളമായിട്ട് കാണുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കേണ്ട കാര്യം, ഇത്തരം ഇസ്ലാമികമായിട്ടുള്ള ഐഡൻറ്റിറ്റികളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇസ്ലാമിനോടുള്ള ആ മര്യാദകളും അച്ചടക്കങ്ങളും പാലിച്ചുകൊണ്ടല്ലെങ്കിൽ ധാരാളം തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകപ്പെടും എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടത്, അത് നമ്മളോടും നമ്മുടെ മതത്തിനോടും എല്ലാം നാം ചെയ്യുന്ന അനീതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു ശരിയിൽ പൂർണ്ണമായി ഉറച്ചു നിൽക്കുവാനും ദീനിൽ നിലനിന്നുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യങ്ങളിലും മുന്നോട്ട് പോകുവാനും ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾ നമുക്ക് എത്ര തന്നെ ഭൗതികമായ ലാഭങ്ങൾ ഉണ്ടാക്കിയാലും അതിനൊക്കെ വിട്ടുനിൽക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ഏത് തെറ്റുകളും ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്ന ആ തെറ്റിൽ നിന്ന് വിരമിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോൾ അള്ളാഹു തീർച്ചയായും നമ്മൾ ആ തെറ്റുകൾ പൊറുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു എല്ലാ നന്മകളും നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. ഇസ്ലാമിക ചിട്ടപ്രകാരം ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.